കേരളത്തോട് കേന്ദ്രം കാട്ടുന്ന അവഗണനയുടെയും സമീപനത്തിൻ്റെയും പ്രതീകമായ രാജ്ഭവന് മുന്നിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ വാഴുന്ന രാജ്ഭവന് മുന്നിലാണ് ഞങ്ങളുള്ളത്. അവിടെയാണ് സമരത്തിൻ്റെ തുടക്ക കേന്ദ്രം അല്ലെങ്കിൽ അവസാന കേന്ദ്രം എന്ന് പറയാം. കാസർഗോഡ് നിന്നാണ് മനുഷ്യച്ചങ്ങല ആരംഭിക്കുന്നതെന്ന് പറഞ്ഞാൽ അവസാന കണ്ണി രാജ്ഭവന് മുന്നിലാണ്. രാജ്ഭവന് മുന്നിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് കരുതിയാൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനാണ് അവസാനത്തെ കണ്ണി. അവിടെ ഇന്ന് റഹീം MP ആണ് അവിടെ പങ്കാളി. ഇവിടെ EP ജയരാജനാണ് അല്ലേ? നിലവിലെ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് A റഹീം, ഡിവൈഎഫ്ഐയുടെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യ അഖിലേന്ത്യാ പ്രസിഡന്റ് EP ജയരാജൻ അവസാന കണ്ണിയാണ്. അതിലൊരു പ്രത്യേകത കൂടിയുണ്ട്. ഡിവൈഎഫ്ഐ ഇത്രയും സമാനതകളില്ലാത്ത മാതൃകകളാണ് ഡിവൈഎഫ്ഐയുടെ 1987 സമരം നോക്കിയാൽ ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ ഇതിനിടെ ശൃംഖലയുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സമരം നോക്കുമ്പോൾ ഈ സമാനതകളില്ലാത്ത മാതൃകയാണ്. അതിൽ തന്നെ ചരിത്രപരമായ ഒരു കാര്യം കൂടിയുണ്ട്. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നിലവിലെ പ്രസിഡന്റ് കാസർഗോഡ് നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചേരുന്നു. നമ്മൾ ഈ പറയുന്ന രാജ്ഭവന് മുന്നിൽ ഡിവൈഎഫ്ഐയുടെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് EP ജയരാജൻ ചേരുന്നു. 651 കിലോമീറ്ററാണ്. 10 ലക്ഷം ജനങ്ങൾ ഈ സമരത്തിൽ കണ്ണിചേരും. ഡിവൈഎഫ്ഐക്ക് മാത്രം കഴിയുന്ന അസൂയാവഹമായ സംഘടനാശേഷിയുള്ള ഇന്ത്യയിലെ യുവജന പ്രസ്ഥാനമാണ്. കേരളത്തിൽ അതിൻ്റെ എല്ലാ ശക്തിയും ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ടുള്ള A റഹീം പറഞ്ഞത് ബംഗാളിലെ മഹാറാലിയുടെ ഊർജ്ജമെല്ലാം ഉൾക്കൊണ്ടാണ് കേരളത്തിലേക്ക് എത്തുന്നത്. കേരളത്തിൽ വലിയ തരത്തിലേക്കുള്ള കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം അലയടിക്കുന്ന വേദിയായി തന്നെ മാറും. അതിൻ്റെ തത്സമയ ഓരോരോ വിവരങ്ങളും കൈരളിയുടെ പ്രേക്ഷകർക്ക് നൽകാനാണ് ഞാനും ശരത്തും ഇവിടെ രാജ്ഭവനിലുള്ളത്. തുടക്കത്തിൽ ശരത്ത് പറഞ്ഞതുപോലെ ഈ രാജ്ഭവൻ ഒരു കേന്ദ്രമാകുന്നതിൽ സമകാലിക രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. കാരണം രാജ്ഭവൻ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കേന്ദ്രമായി മാറുകയും സംസ്ഥാനത്തിനെ സാമ്പത്തികമായി തറക്കാൻ കേന്ദ്രം പൂർണ്ണമായി അവഗണിക്കുമ്പോൾ പൊതുവിദ്യാഭ്യാസ ഈ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം നടത്തുമ്പോൾ വലിയ പ്രതിഷേധം അലയടിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ്. അതിലൊരു പ്രത്യേകതയുണ്ട്. സാധാരണ ഇത് വേണമെങ്കിൽ പാറശാലയിൽ അവസാനിക്കാം. പക്ഷേ രാജ്ഭവന് മുന്നിൽ ഈ സമരം, ഈ ജനകീയ സമരം അതിൻ്റെ അവസാന കണ്ണി അല്ലെങ്കിൽ ആദ്യ കണ്ണി രാജ്ഭവനാണ് എന്ന് പറയുന്നതിൽ തന്നെ ഈ കാലത്ത് കേരളവും ഏറ്റവും അധികം പ്രതിഷേധിക്കുന്നതിൻ്റെ ഒരു സ്വഭാവവും സൂചനയും വളരെയധികം പ്രകടമാണ്. വളരെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു വലിയ ജനകീയ സമരത്തിലേക്ക് DYFI വീണ്ടും പോകുകയാണ്. മാസങ്ങൾ നീണ്ട സംഘാടനത്തിനൊടുവിൽ ഇന്നിപ്പോൾ മനുഷ്യച്ചങ്ങല സാധ്യമാകുന്ന ഒരു ദിവസത്തിലേക്ക്. ഇപ്പോൾ നിർഭൻ പറഞ്ഞ പോലെ 10 ലക്ഷം പേരെ അണിനിരത്തും അല്ലെങ്കിൽ 10 ലക്ഷം പേരാണ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നതിന് ഒപ്പം തന്നെ അതിനപ്പുറത്തേക്ക് നമ്മൾ കണ്ടിട്ടുള്ള 87 മുതൽ ഇത്തരമൊരു സമര രൂപത്തിലേക്ക്, ജനകീയ സമരത്തിലേക്ക് DYFI പോയപ്പോഴൊക്കെ കേരളത്തിൻ്റെ വലിയ പിന്തുണയാണ്. യഥാർത്ഥത്തിൽ നാടിൻ്റെ വർഗീയതയ്ക്കെതിരായ വലിയ പോരാട്ടത്തിന് ഇങ്ങനെയും ഒരു സമരരൂപമാകാം, ഇങ്ങനെയും ഒരു പ്രതിഷേധമാകാം എന്ന മനുഷ്യച്ചങ്ങലയിലൂടെ അന്ന് EMS ഒക്കെ പങ്കാളിയായിട്ടുള്ള 87 മനുഷ്യച്ചങ്ങല ലോകം ശ്രദ്ധിച്ച ഒരു വലിയ രീതിയിലുള്ള വളരെ സർഗാത്മകമായ സമരത്തിൻ്റെയും ഒത്തുചേരലിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ഏറ്റവും വലിയ രൂപം മനുഷ്യ ശൃംഖല പിന്നീട് വന്നു, മനുഷ്യക്കോട്ട വന്നിട്ടുണ്ട്. അപ്പോൾ ആ DYFI തന്നെ ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അത് ഒന്ന് ഈ ട്രെയിൻ യാത്രാ ദുരിതം, കേരളം നേരിടുന്ന വലിയ അവഗണനയുടെ വലിയൊരു പ്രശ്നം അതിലുണ്ട്. നമ്മൾ വാർത്താ മാധ്യമങ്ങളൊക്കെ നിരവധിയായ റിപ്പോർട്ടുകൾ, സമൂഹ മാധ്യമങ്ങളിലെ വലിയ ചർച്ചകൾ ഒക്കെ നടന്നതിൻ്റെ തുടർച്ചയിൽ ഒന്നത്. രണ്ടാമത് നിയമന നിരോധനം നിൽക്കുന്നു. രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നത് അത് കേവലം മുദ്രാവാക്യമല്ല, കണക്കുകളും യാഥാർത്ഥ്യങ്ങളും അവതരിപ്പിച്ച് DYFI അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തേത് ഈ പറഞ്ഞതുപോലെ സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കുന്ന മോദി സർക്കാർ. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ പറയുന്നതിനേക്കാൾ അപ്പുറം പറയേണ്ട 2 പ്രധാനപ്പെട്ട ആളുകൾ. ഗുഡ് മോർണിംഗ്. ആളെ മനസ്സിലായല്ലോ. ഇതാ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ തുടങ്ങി വെച്ചു. അപ്പോൾ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും നമ്മൾക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇവരാണ് നിർഭൻ അപ്പുറത്തേക്ക്. അപ്പോൾ ഇന്ന് നിങ്ങളാണ് കുറേ കൂടി ഈ കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളോട് പറയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു DYFIയുടെ ഒരു സംഘാടനം 87 മനുഷ്യച്ചങ്ങലയുടെ ഓർമ്മകളും അതിൻ്റെ അനുഭവങ്ങളും ഒക്കെ നിങ്ങളും കൂടി പുതിയ തലമുറ നേതൃത്വമാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ആദ്യം ചോദിക്കേണ്ട 87 ഈ മനുഷ്യച്ചങ്ങല നടക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ എത്ര വയസ്സായിരുന്നു എന്നുള്ളതാണ്. 87 നമുക്ക് 4 വയസ്സേ ഉണ്ടാവും. 4 വയസ്സ്. വസീഫിനോ? 3.5. അതാണ്. ഞാനൊന്ന് കണക്കൂട്ടിയപ്പോൾ ഏതാണ്ട് ജനിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ മോശമുണ്ട്. കൊച്ചു കുട്ടികളായിരിക്കുമ്പോഴാണ് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുതിയ തലമുറ നേതൃത്വമാണ്. അപ്പോൾ ഇങ്ങനൊരു വലിയ സംഘാടനത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഒരു അനുഭവം, നിങ്ങൾ അതിനു വേണ്ടി എടുത്തിട്ടുള്ള DYFI ഈ നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ള വലിയ പരിശ്രമം, 87 മറ്റും അനുഭവത്തെ മനസ്സിലാക്കിയത് ഒക്കെ. തീർച്ചയായിട്ടും ഞങ്ങൾ 87 ഭാരവാഹികളുമായി സംസാരിച്ചിരുന്നു. പഴയ DYFI നേതൃത്വമൊക്കെ സംസാരിച്ചിരുന്നു. അന്ന് 80 DYFI രൂപീകരിച്ച് അന്നത്തെ DYFIയുടെ ഭാരവാഹികളുടെ മുന്നിൽ ഇങ്ങനെയൊരു സമരത്തിൻ്റെ മാതൃക ഉണ്ടായിട്ടില്ല. ഇന്ന് നമുക്ക് അങ്ങനെയുള്ള മാതൃകയുണ്ട്.
പക്ഷെ അങ്ങനെ ഒരു മാതൃക ഇല്ലാത്ത കാലത്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ഉയർത്തി 1987 ആഗസ്റ്റ് 15 ഇങ്ങനൊരു സമരവുമായി അന്നത്തെ DYFI മുന്നോട്ട് വന്നത്. അന്ന് ഇതൊന്നും വിജയിക്കില്ല എന്ന രൂപത്തിൽ വ്യാപകമായ പ്രചരണം പലവിധ മാധ്യമങ്ങളും ഏറ്റെടുത്തിരുന്നു. പ്രത്യേകിച്ച് മലയാള മനോരമയാണ് അതിന് നേതൃത്വം കൊടുത്തത്. മലയാള മനോരമയുടെ പത്രാധിപൻ തന്നെ ഈ സമരത്തിനെതിരായി വന്നു എന്നാണ് ചരിത്രം നോക്കി നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അദ്ദേഹത്തിൻ്റെ ആ കാലത്തെ പ്രസ്താവനയൊക്കെ നമ്മളിപ്പോൾ കണ്ടതാണ്. പക്ഷേ ആ സമരം മനുഷ്യ ചങ്ങല എന്നതിനപ്പുറം ഒരു മനുഷ്യ മതിലായി മാറിയ അനുഭവമാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അന്ന് ചങ്ങല പിടിക്കാൻ കഴിയാത്തൊരു കാലമാണ്. അതെ, അന്ന് സാമൂഹ്യ സാഹിത്യ സിനിമാ മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യം അതിനകത്തുണ്ടായി. അതിലിപ്പം പ്രധാനമായിട്ടും അന്ന് വൈക്കം മുഹമ്മദ് ബഷീർ കോഴിക്കോട് ആ സമരത്തിൽ പങ്കെടുത്തു. കുതിരവട്ടം പപ്പു അവിടെ പങ്കെടുത്തു. വെള്ളിക്കോട് ഭാസ്കരൻ കോഴിക്കോടിൻ്റെ ആ നിലയിൽ നിന്ന് എല്ലാവരും ഉണ്ടായി. എല്ലാവരും പങ്കെടുത്തു. നടൻ സുകുമാരൻ പങ്കെടുത്തു. വേണുനാഗവള്ളി പങ്കെടുത്തു. അന്നത്തെ ഒരു പ്രചരണ ഗാനം ആലപിച്ചത് യേശുദാസാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇയ്യങ്കോട് ശ്രീധരൻ എന്ന് പറയുന്ന ആള് DYFI സംസ്ഥാന സെക്രട്ടറി ഞങ്ങൾക്ക് ഒരു കത്ത് എഴുതുകയുണ്ടായി. അന്ന് അദ്ദേഹം എഴുതിയ ആ പാട്ടിങ്ങോട്ട് അയച്ചു തന്നു. പക്ഷേ അതിൻ്റെ യേശുദാസ് പാടിയ ട്രാക്ക് കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അങ്ങനെയൊക്കെയുള്ള ചരിത്ര സംഭവം ഉണ്ടായി. ഇവിടെ ONV കുറുപ്പ് പങ്കെടുത്തു. മഹാകവി ഒളപ്പവണ്ണ പങ്കെടുത്തു. തിരുനെല്ലൂർ കരുണാകരൻ പങ്കെടുത്തു. അതിനൊരു പ്രചരണ പരിപാടിയിൽ സുകുമാർ അഴീക്കോട് പങ്കെടുത്തു. അങ്ങനെ വലിയ ഒരു നിര അന്നുണ്ടായിരുന്നു. ഇന്നും ഞങ്ങൾ ഈ സമരവുമായി ആവശ്യം മുന്നോട്ട് പറഞ്ഞപ്പോൾ എല്ലാ വിഭാഗം ആളുകളും വലിയ അനുഭാവപൂർണമായ പ്രതികരണമാണ് ഞങ്ങളോട് നടത്തിയിട്ടുള്ളത്.